അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും ഇൽമിൻ്റെ സ്വർഗത്തോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മൗലാന ബാദുഷ റബ്ബാനി അദ്ദേഹം നമുക്ക് കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നാൽ നമുക്ക് അതായത് ഇൽമ നമുക്ക് ഓരോരുത്തർക്കും സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഹക്കീക്കത്തുണ്ടല്ലോ, യാഥാർത്ഥ്യത ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട ഉസ്താദിൻ്റെ അറിവിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. നമ്മളെ സാഹിബ് ചോദിച്ചത് ഏറ്റവും നല്ല ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. കാലഘട്ടത്തിൽ ആളുകൾ പല രീതിയിൽ ഇൽമ കരസ്ഥമാക്കുന്നുണ്ട്. ഇൽമ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അത് നമ്മൾ പല രീതിയിൽ കരസ്ഥമാക്കുന്നതിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇൽമ നമ്മൾ ഇന്ന് ഉസ്താദുമാരിലൂടെ നമ്മൾ പഠിച്ചു വരുന്ന സമ്പ്രദായം അത് മുൻകാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആധുനികമായിട്ട് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. ആളുകൾ ഓൺലൈനിലൂടെ പല മാധ്യമങ്ങളിലൂടെ ഇൽമ കരസ്ഥമാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇൽമ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശമാണ്. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ. പ്രയോജനപ്രദമായ ഇൽമാണ് ഒരു മനുഷ്യന് ആവശ്യം. ഒരു മനുഷ്യന് ഒരു ഇൽമ കിട്ടുകയും ആ അറിവനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പറയുന്നുണ്ടല്ലോ, ഹദീസിൻ്റെ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ഹജ്ജ് ചെയ്ത സവാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൽമിൽ നിന്നുള്ള ഒരു വകുപ്പ്, ഒരു മസ്അല പഠിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 റക്അത്ത് നഫൽ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമ പഠിക്കുന്നതിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ ഗൗരവം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വഴിയിലേക്ക് പ്രവേശിച്ചെന്നൊരു ഹദീസ്. അതെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആരെങ്കിലും ഇൽമ പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള വഴി, അതായത് സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഴി എളുപ്പമാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താം. അതുകൊണ്ടാണ് സഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ മരണാവസ്ഥയിൽ ഞങ്ങൾ മരിക്കുന്നത് ഏത് അമലിലായിട്ടാണ് ഞങ്ങൾ മരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾ ഇൽമ പഠിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മരണം ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൽമ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഹൈറായ കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യണം. ചെറിയൊരു ദുആ കൂടി നമുക്ക് പഠിക്കണമെന്നല്ലോ. ഇതിനൊരു ഷോർട്ടൊരു ദുആ, റബ്ബി സിദ്നാ ഇൽമ എന്നൊരു ദുആ ഉണ്ടല്ലോ. അത് കൂടി അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചുകൊണ്ട് ഈ മജ്ലിസ് തീർക്കുന്ന ഒരു ഖൈറുണ്ട്. അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖുർ റബ്ബി സിദ്നി ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖുർ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു എനിക്ക് ഇൽമ അധികരിപ്പിച്ച് തരണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയുണ്ട്. അത് ഉമ്മത്തിയായ നമ്മൾ ഓരോരുത്തർക്കും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ഇൽമ പഠിക്കുമ്പോഴും റബ്ബി സിദ്നി ഇൽമ എന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് അമൽ ചെയ്യണം. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദിൻ്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു ദുആ ശീലമാക്കുക, റബ്ബി സിദ്നി ഇൽമ.